അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ വേണ്ടി പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു ആവശ്യമാണ്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞത് മുന്നോട്ട് പോയി ലിക്വിഡേറ്റ് ചെയ്ത ഒരുപാട് കാരണം ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. അപ്പൊ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ചെയ്യാൻ വേണ്ടി കേട്ടോ. എനിക്ക് 76 വയസ്സായി. എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ്. എൻ്റെ ഭർത്താവ് ഡോക്ടറായിരുന്നു. ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റിട്ടയർമെൻ്റ് ആയത്. അതിന് മുന്നേ 3 ആൺമക്കളെ പഠിപ്പിച്ച് ജോലിയാക്കി കല്യാണം കഴിച്ചു. അവരവരുടെ കാര്യങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ആയിരിക്കാം. 3 സ്ഥലങ്ങളിൽ അവർ പെർമനൻ്റ് ആയിരിക്കാം. അത് കഴിഞ്ഞ് ആൾക്ക് അറ്റാക്ക് ചെയ്ത് മരിക്കുന്നു. അതിന് മുന്നേ റിട്ടയർ ചെയ്ത പൈസ കിട്ടിയപ്പം എൻ്റെ അടുത്തോട്ട് തന്നിട്ട് പറഞ്ഞ് മക്കളുടെ മുന്നിൽ നീ കൈ നീട്ടരുത് ഞാൻ മരിച്ചാലും. അതിന് വേണ്ടിയിട്ട് ആ രൂപ മുഴുക്കുകയും ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുവന്ന് എൻ്റെ പേരിൽ ഇട്ടു. ആള് ഒരു അറ്റാക്ക് നിന്ന് മരിച്ച് 3.5 വർഷമായി. അപ്പോൾ എനിക്ക് ആ പൈസ കൊണ്ട് ഞാൻ ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ ജീവിച്ചു പോവുക. പിന്നെ പെട്ടെന്നാണ് ഈ ബാങ്ക് ഒഴിഞ്ഞതൊക്കെ. അപ്പം ഒരു പൈസയും നമുക്ക് കിട്ടുന്നില്ല. ഈ പെൻഷൻ കൊണ്ട് ഞാൻ ജീവിക്കുകയാണ്. മക്കളുടെ മുന്നിൽ ഇതുവരെ എനിക്കത് ഇഷ്ടമില്ല, കൈ നീട്ടാൻ ഇഷ്ടമില്ല. അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് മെഡിസിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഞാൻ വീട്ടിലൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. വീട്ടിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ റിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് പൈസ വേണ്ടേ? എനിക്ക് മെഡിസിന് പൈസ വേണ്ടേ? ചെക്കപ്പിന് പൈസ വേണ്ടേ? എൻ്റെ മുട്ടുവേദനയുണ്ട്, അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അതിന് പൈസ വേണ്ടേ? ഞാനൊരു വീട്ടിലേകയായിട്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. എന്നെക്കണക്ക് വേദനിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇനി ഇവിടെ വന്ന് ഞങ്ങൾ ഷെയർ ചെയ്തപ്പോൾ എന്നെക്കാട്ടിലും വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കി ഒരു പരിഹാരം കണ്ടെത്തുന്നത് യാചിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നീതി വിജയം കൊണ്ടാടിയ ഒരു സുന്ദര ദിനമാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ കോട്ടകൊത്തളങ്ങൾക്ക് മുന്നിൽ ഭയപ്പെടാതെ നിർഭയം പോരാടി ഇന്ത്യൻ യുവത നേടിയ വലിയ നീതിയുടെ വിജയം ആഘോഷിക്കുന്ന ഒരു സുന്ദര ദിനമാണ്. ഇന്ത്യയിലെമ്പാടും നീതി നിഷേധത്തിനെതിരെ പടപൊരുതുന്നവർക്കും അതുപോലെ സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നവർക്കും ഒരു വലിയ പ്രത്യാശ നൽകുന്നതാണ് ഇന്ത്യൻ യുവത നേടിയ വിജയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇരിഞ്ഞാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ അടുത്ത അവസരത്തിൽ എൻ്റെ പ്രദേശത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു പോരാട്ടം. തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും ഗൾഫ് രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലുമൊക്കെ ജോലിയെടുത്തതിന് ശേഷം നിക്ഷേപിച്ച പണം, ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ, ഈ രൂപകളെല്ലാം തന്നെ വിശ്വാസ്യതയുടെ പുറത്ത് നിക്ഷേപിച്ച ബാങ്ക് ഞങ്ങളുടെ മുന്നിൽ പല്ലിളിച്ചു നിൽക്കുന്ന ദയനീയമായ അവസ്ഥയ്ക്ക് മുന്നിൽ നിറകണ്ണുകളോടെ നോക്കി നിൽക്കാനേ ഈ നിക്ഷേപകർക്ക് കഴിഞ്ഞ 1 കൊല്ലമായിട്ട് സാധിച്ചിരുന്നുള്ളൂ. RBI ഭരണം ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ്സ് ഈ ബാങ്കിനെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ വീണ്ടും ഈ അഡ്മിനിസ്ട്രേറ്റീവ്സ് അവരുടെ ഭരണത്തിൻ്റെ കാലാവധി ഒക്ടോബറിലേക്ക് നീട്ടിയിരിക്കുന്ന ഒരു വിവരമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ആയിരക്കണക്കിന് വരുന്ന നിക്ഷേപകരുടെ കൂട്ടായ്മ രൂപീകരിച്ചെടുത്ത ഇരിഞ്ഞാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്ക് സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മ പ്രത്യക്ഷമായിട്ടുള്ള സമരത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നീതിയുടെ വിജയം കൊണ്ടാടിയ ഈ ദിനത്തിൽ ഇരിഞ്ഞാലക്കുട നഗരത്തിലെ ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിന് മുന്നിൽ നടന്നത്. നിക്ഷേപകർ, വയോധികരുണ്ട്. പ്ലേ കാർഡുകളുമേന്തി ആദരണീയനായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ പങ്കെടുക്കാനെത്തിയ ഒരു പരിപാടിക്ക് മുന്നിൽ ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കാനുള്ള നിവേദനവുമായി അതാ ഇരിഞ്ഞാലക്കുടയിലെ പ്രിയപ്പെട്ട നിക്ഷേപകർ ഇരിഞ്ഞാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിനെ ഏറ്റവും വിശ്വസ്തയോടുകൂടി കാണുകയും തങ്ങളുടെ സമ്പാദ്യമെല്ലാം നിക്ഷേപിച്ച ആ തെറ്റ് മാത്രം ചെയ്ത പ്രിയപ്പെട്ട നിക്ഷേപകർ പ്ലേക്കാർഡുകളുമേന്തി നിൽക്കുന്ന, നിറകണ്ണുകളോടെ നിൽക്കുന്ന, ദയനീയമായ മുഖത്തോടുകൂടി നിൽക്കുന്ന അവസ്ഥയാണ് ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിന് മുന്നിൽ ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും അവിടെ മറ്റൊരു കാഴ്ചയുണ്ട്. ഇവർ ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് തികച്ചും സമാധാനപരമായി നീതിക്ക് വേണ്ടി, നീതി നിഷേധത്തിനെതിരായിട്ടാണ് ഇവർ ഇങ്ങനെയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്ലേക്കാർഡുകൾ മാത്രം വേണ്ടി അമ്മമാരും വയോധികരും അടങ്ങുന്ന കുറച്ചുപേർ പ്ലേക്കാർഡുകളും ഏന്തി നിൽക്കുകയാണ്. അവർക്ക് മുന്നിൽ വലിയ മതിൽ പോലെ അതാ പോലീസ് സംവിധാനം നിൽക്കുകയാണ്. നീതി നിഷേധത്തിനെതിരെ പോരാടുന്ന ഈ കൂട്ടായ്മയുടെ പ്ലേക്കാർഡുകൾക്ക് മുന്നിൽ മതിൽ പോലെ പോലീസ് സേന. ആഭ്യന്തരമന്ത്രിയുടെ വാഹനം കടന്നു വരുന്നു. വളരെ ദയനീയമായി പ്ലേക്കാർഡുകളും പിടിച്ചുകൊണ്ട് അവർ നിൽക്കുകയാണ്. ആഭ്യന്തരമന്ത്രി ഇറങ്ങി വന്നതിന് ശേഷം ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിന്റെ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് പോകുന്നു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് എല്ലാവർക്കും രമേശ് ചെന്നിത്തലയെ കാണാൻ സാധിക്കില്ല. ഒരു ഭാരവാഹി നിവേദനവുമായി അകത്തേക്ക് പോകുന്നു. പിന്നാലെ പോയ എന്നോട് പറഞ്ഞു പോകാൻ സാധിക്കില്ല, അതെനിക്കറിയില്ല.
മറ്റു മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ അകത്തുണ്ട്. പക്ഷേ എന്നെ മാത്രം തടഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അറിയില്ല. പക്ഷേ എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും എന്ന് പറഞ്ഞ കവിയുടെ വരികൾ ഓർക്കുകയാണ്. ആ പാവപ്പെട്ട നീതി നിഷേധകർ, ആ പാവപ്പെട്ട നിക്ഷേപകർ തങ്ങൾക്ക് ഒരു രൂപ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ തങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുഴുവനും ഈ ബാങ്കിൽ നിക്ഷേപിച്ചതിൻ്റെ പേരിൽ ജീവിതം ദുരന്ത വഴിയിലായ പ്രിയപ്പെട്ട നിക്ഷേപകർ അവിടെ പ്ലേക്കാർഡുകളുമായി ആ പോലീസ് തീർത്ത വലിയ മതിൽക്കെട്ടിന് പിറകിൽ അങ്ങനെ അവർ വലിയ നീതി നിഷേധത്തിനെതിരായുള്ള പ്ലേക്കാർഡുകളും പിടിച്ചു നിന്നു. ഞങ്ങൾക്ക് നീതി വേണമെന്ന് അവർ ആത്മാർത്ഥമായി മന്ത്രിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ നടന്ന ഈ നിക്ഷേപക തട്ടിപ്പ് എന്ന് തന്നെയാണ് അതിനെ പറയേണ്ടത്. ഈ നിക്ഷേപക തട്ടിപ്പ് വരുത്തിവെച്ച ഭരണസമിതി അംഗങ്ങളും ജീവനക്കാർക്കും യാതൊരു കുഴപ്പങ്ങളുമില്ല. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് പിറകിലേക്ക് പോവുകയാണ്, അങ്ങ് തൊടുപുഴയിലേക്ക്. തൊടുപുഴ അർബൻ സഹകരണ ബാങ്ക്, ആ സഹകരണ ബാങ്കിലും ഇതുപോലെ തന്നെ ഒരു പ്രശ്നം വന്ന് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾ വന്നു. ആ നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നിരവധി ശാഖകളിലും ഈ പ്രശ്നം അലട്ടി. നിക്ഷേപകർക്ക് പണമെടുക്കാൻ സാധിക്കില്ല, RBIയുടെ നിയന്ത്രണം വന്നു. എന്നാൽ അവിടെ നടന്നതെന്താണ്? അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ ഭരണസമിതി അംഗങ്ങളും അവിടുത്തെ നിക്ഷേപകരുമെല്ലാം കൈകോർത്തുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട തൊടുപുഴ അർബൻ ബാങ്കിനെ രക്ഷിക്കണമെന്ന ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ ആ ബാങ്കിനെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ലോണുകൾ എടുത്തും ഗോൾഡ് പണയം വെച്ചും ആ ജീവനക്കാരും അവിടുത്തെ ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ആ ബാങ്കിന്റെ കെടുകാര്യസ്ഥത പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നിലകൊണ്ടു. 3 വർഷങ്ങൾക്ക് ശേഷം 2025 ആ ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ മാറി. അവർ ബാങ്കിന്റെ ബ്രാഞ്ചുകളിൽ നിക്ഷേപക കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു. എന്തേ ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാരും ഈ ഗതി വരുത്തി വെച്ച ഭരണസമിതി അംഗങ്ങളും ഇതുവരെ ഈ നിക്ഷേപകരെ കാണാൻ പോലും ഇടവരാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ആദരണീയനായ രമേശ് ചെന്നിത്തല അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം അവിടെ കാറിൽ മറ്റൊരു മഹാൻ വന്നിറങ്ങി. അയാൾ ഈ നിക്ഷേപകരുടെ മുഖത്ത് പോലും നോക്കിയില്ല. തങ്ങളുടെ ബാങ്കിനെ വിശ്വസ്തയോടുകൂടി കണ്ട് ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും ആഘോഷിക്കുവാനും ആർമാദിക്കാനുമുള്ള പണം മുഴുവൻ നിക്ഷേപിച്ച നിക്ഷേപകർക്ക് മുന്നിൽ ഒരക്ഷരം പോലും ഉരിയാടാതെ അയാൾ ആ വേദിയിലേക്ക് കടന്നു കയറിപ്പോയപ്പോൾ നിക്ഷേപകർ അന്തിച്ചു നിന്നുപോയി. ഇതായിരുന്നോ ഞങ്ങൾ വിശ്വസിച്ച മനുഷ്യൻ? അതെ, ഇതാണ് നിങ്ങൾ വിശ്വസിച്ച ഇരിഞ്ഞാലക്കുടയിലെ കുബേരഭൂതം. ഇരിഞ്ഞാലക്കുടയിലെ കുബേരഭൂതമാണ് ഈ മനുഷ്യൻ. ധനത്തിന്റെ കാവലാളായ മനുഷ്യൻ കുബേരഭൂതമായി മാറി. ആ മനുഷ്യൻ ഒരു നോക്കുപോലും ആ നിക്ഷേപകരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ ധൃതിയിൽ പോകുന്ന ഈ മനുഷ്യൻ വന്നിറങ്ങിയ ഈ രാജകീയ വീതികളും ഒക്കെ തന്നെ സമ്മാനിച്ചത് ഈ നിക്ഷേപകരാണെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് ഇരിഞ്ഞാലക്കുടയിലെ കുബേരഭൂതം അയാൾ ആ വേദിയിലേക്ക് കയറിയിറങ്ങിയത്. കാലം സാക്ഷി, ഇയാൾ ഇതിനുള്ളതൊക്കെ തന്നെ എല്ലാം പഠിക്കും. സർക്കസുകാരുടെ പാരമ്പര്യമുള്ളവർക്ക് ഇരിഞ്ഞാലക്കുടയിലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്കിടയിൽ സർക്കസ് കാണിച്ചുകൊണ്ട് ഒരു ഭൂതമായി ഈ ഇരിഞ്ഞാലക്കുടയിലെ കുബേരഭൂതം വിലസിക്കൊണ്ടിരിക്കുമ്പോൾ നിക്ഷേപകർ ദൈന്യതയോടുകൂടി നോക്കുകയാണ്. നിരവധിയായിട്ടുള്ള രോഗികൾ അവരുടെ ചികിത്സയ്ക്ക് ചിലവ് കിട്ടാതെ കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിക്ഷേപകർ ഒരുക്കിയിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നും അവർ കണ്ടെത്തി കൊടുക്കുന്ന പണം കൊണ്ടാണ് ജീവിത നിത്യവൃത്തി ചെലവുകൾ പോകുന്നത്. വലിയ സൂപ്പർ മാർക്കറ്റുകൾ, വലിയ ടൗൺ ഹാളുകൾ, വലിയ കൺവെൻഷൻ സെന്ററുകൾ ഇതെല്ലാം അടക്കി ഭരിച്ചുകൊണ്ട് ഒരു കുബേരനായി സർക്കസ് കാണിച്ച് ഇരിഞ്ഞാലക്കുടയിലെ കുബേരഭൂതം ഇന്ന് ആർമാദിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ട് തൊടുപുഴ അർബൻ ബാങ്കിലെ ജീവനക്കാരും അവിടുത്തെ ഭരണസമിതി അംഗങ്ങളും ചെയ്തതുപോലെ ഇവിടുത്തെ ഈ ഭരണസമിതി അംഗങ്ങൾക്കും ഇവിടുത്തെ ജീവനക്കാർക്കും ഈ നിക്ഷേപകരെ സഹായിക്കാൻ ഇറങ്ങുന്നില്ല? എന്തുകൊണ്ട് അവർ കിട്ടാക്കടങ്ങൾ പിരിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങുന്നില്ല? ഇവർക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല, ഇവരുടെ ശമ്പളത്തിന് കുഴപ്പമില്ല, സൗകര്യങ്ങൾക്ക് കുഴപ്പമില്ല. ഒരിക്കൽ ഈ കുബേരഭൂതം ഇവിടുത്തെ ഭരണാധിപനായി അരങ്ങുവാണപ്പോൾ ആഘോഷിച്ച് ആർമാദിച്ച ജീവനക്കാരുടെ ചിത്രങ്ങളും വീഡിയോയും നമുക്ക് കാണാൻ സാധിക്കും. ഇരിഞ്ഞാലക്കുടയുടെ ഭൂതകാലഘട്ടത്തിന്റെ ചരിത്രേടുകൾ പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ഗതിയും പരഗതിയും കിട്ടാത്ത ഒരു മനുഷ്യൻ ആസാമിൽ റോഡ് പണിക്ക് പോയി ആ റോഡ് പണിക്കിടയിൽ മുഴുവൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തി പണിത റോഡുകളെ കൊണ്ട് മുഴുവൻ കരയിപ്പിച്ച പാരമ്പര്യവുമേറി ഇരിഞ്ഞാലക്കുടയിലെത്തി ഇരിഞ്ഞാലക്കുടയിലെ കവലകളിൽ നിന്നും കവലകളിലേക്ക് കൊട്ടകക്കളി നടത്തിയ ഒരു ആസാം പണിക്കാരന്റെ പേരക്കുട്ടി ഈ നാടിന്റെ കുബേരപുത്രനായി എങ്ങനെ മാറി എന്നുള്ളത്, കുബേരത്വത്തിന്റെ കാവലാളായി എങ്ങനെ മാറി എന്നുള്ളത് ഈ നാട് പരിശോധിക്കപ്പെടേണ്ടതാണ്. അധികാര ഗർവിന്റെ കുബേരത്വത്തിന്റെ കറങ്ങുന്ന കസേരയിലിരുന്ന് കുബേരഭൂതമായി നിങ്ങൾ ഇരിഞ്ഞാലക്കുട നാട്ടിൽ കറങ്ങുമ്പോൾ അതിൽ പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ അംശമുണ്ട്, അതിൽ പാവപ്പെട്ടവന്റെ നിലവിളിയുടെ വേദനയുണ്ട്. ഇരിഞ്ഞാലക്കുടക്കാരെ മനസ്സിലാക്കൂ. ഈ നാടിനെ കുബേരഭൂതമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇരിഞ്ഞാലക്കുടയുടെ കുബേരഭൂതത്തെ മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഈ നിക്ഷേപകർ ഇന്നത്തെ ദിവസത്തിന് മുൻപ് ഈ നിക്ഷേപകർ നീതിക്ക് വേണ്ടി മന്ത്രിമാരുടെയും അതുപോലെ തന്നെ മതസാമുദായിക അധ്യക്ഷന്മാരുടെയും ഒക്കെ അടുത്ത് ഇവർ പരാതികളുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിക്ഷേപകർ കാണിക്കുന്ന ഈ ഇടപെടലിന്റെ ഒരു 5% പോലും ഇവരുടെ നിക്ഷേപത്തിന്റെ ഓഹരിപ്പറ്റി പള്ള വീർത്ത് നടക്കുന്ന ഈ കുബേരഭൂതന്റെ ടീം ഒന്നും തന്നെ ചെയ്യുന്നില്ല. യാഥാർത്ഥ്യമാണ് ഇരിഞ്ഞാലക്കുടയിൽ നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രതിഷേധത്തിന്റെ മുഖം മാറുകയാണ്. പരസ്യമായ പ്രതിഷേധത്തിലേക്ക് നിക്ഷേപകർ ഇറങ്ങുകയാണ്. ഇവരിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു പ്രതിഷേധ സമരത്തിലോ ഒന്ന് കൈവൊക്കി മുദ്രാവാക്യം, ശബ്ദമില്ലായ്മയിലൂടെ ആണെങ്കിലും ഒന്ന് കൈവൊക്കി മുദ്രാവാക്യം വിളിക്കാൻ പോലും അറിയാത്തവരാണ് ഈ ബാങ്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്ലക്കാർഡുകളുമായിട്ട് പോകുന്നത്. നല്ല നല്ല കുടുംബങ്ങളിൽ ജീവിച്ചവർ, നല്ല ജീവിത സുഖ സൗകര്യങ്ങളിൽ ജീവിച്ച ആളുകളാണ് ഇപ്പോൾ ഇങ്ങനെ പ്ലക്കാർഡുകളുമായിട്ട് നിൽക്കുന്നത്. പ്രിയപ്പെട്ട ഇരിഞ്ഞാലക്കുടക്കാരെ, ഈ ബാങ്കിനെ ഈ ഗതിയിലേക്ക് വരുത്തി തീർത്ത ഈ മുൻ ഭരണസമിതിയിലെ ഈ കുബേരഭൂതം
കുബേരഭൂതൻ ടീമിനെ, അയാളുടെ സ്ഥാപനങ്ങളെ നിങ്ങൾ ഓർക്കുക. എവിടെ നിന്ന് കിട്ടി ഇയാൾക്ക് ഇത്ര വലിയ ആസ്തി? ഈ ആസ്തിയും ഈ പണവും ഇതെല്ലാം തന്നെ ഈ നിക്ഷേപകരുടെ വിയർപ്പിന്റെ അംശമാണെന്ന് ഓർക്കേണ്ടവർ ഓർത്താൽ നല്ലത്. എന്തായിരുന്നാലും പ്രതിഷേധത്തിന്റെ മുഖം മാറുന്നു. പരസ്യമായ പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങുകയാണ്. ആദരണീയനായ രമേശ് ചെന്നിത്തലയെ കണ്ടു പരാതി കൊടുത്തു. അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. ഈ വിഷയങ്ങളും ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലെ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാരനെയും ഈ നിക്ഷേപകർ പോയി കണ്ടു. അദ്ദേഹവും പറഞ്ഞു ഈ വിഷയം നമ്മുടെ എല്ലാം പ്രശ്നമാണ്. എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം ഒരുമിച്ച് തന്നെ നിൽക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മന്ത്രി OJ ജനീഷിനെ പോയി നിക്ഷേപകർ കണ്ടു. അദ്ദേഹവും പറഞ്ഞു ഞാനും നിങ്ങളോടൊപ്പമുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന്. ഇന്ദ്രപ്രസ്ഥത്തിൽ കോട്ടകൊത്തളങ്ങളുടെ അധികാര ഗർവിന് മുന്നിൽ തലകുനിക്കാതെ പോരാടിയ ഇന്ത്യൻ യുവത്വത്തിന്റെ വിജയം ആഘോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ ഈ പ്രിയപ്പെട്ട നിക്ഷേപകരും പരസ്യമായ പ്രതിഷേധങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നീതി ലഭിക്കുമെന്ന് ഉറപ്പായി പ്രതീക്ഷിക്കാം. ഇരിഞ്ഞാലക്കുടയിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ ഇടപെടുന്നതിനു വേണ്ടി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംവിധാനമാണ് CPIM. എന്താണ് CPIM? പത്രസമ്മേളനം നടത്തിയതിനു ശേഷം, ഇരിഞ്ഞാലക്കുടയിലെ CPIMന്റെ നേതാക്കൾ നടത്തിയ പത്രസമ്മേളനങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഈ പ്രതിഷേധ പരിപാടികളിലേക്ക് ഇറങ്ങാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അമാന്തം. പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI പ്രതിഷേധ സമരവുമായിട്ട് നിക്ഷേപകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ മതസാമുദായിക സംഘടനകൾ. നിങ്ങളുടെ എല്ലാവരുടെയും പണം ഈ ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സർക്കസ് പാരമ്പര്യത്തിൽ സർക്കസ് കാണിച്ച് കുബേരഭൂതമായി വിലസുന്ന ഈ ഇരിഞ്ഞാലക്കുടയെ ഏറ്റവും വലിയ കെടുകാര്യ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ച അധികാരത്തിന്റെ വിരിമാറിൽ വിരിഞ്ഞിരുന്ന് ഗർജിക്കുന്ന കുബേരഭൂതനെ തിരിച്ചറിയുക. അയാളുടെ സ്ഥാപനങ്ങൾക്കോ സംഗതികൾക്കോ ഒരു പ്രശ്നവുമില്ല. വരദാനങ്ങളുടെ നാടായ ഇരിഞ്ഞാലക്കുടയുടെ പ്രതാപവും സമ്പൽ സമൃദ്ധിയും കെടുകാര്യസ്ഥതയിലേക്ക് തള്ളിവിട്ട ഈ കുബേരഭൂതൻ അധികാരത്തിന്റെ ഗർവിൽ വിരാജിച്ചുകൊണ്ട് നഗരപിതാവായിരിക്കുന്ന ഈ ഇരിഞ്ഞാലക്കുട നാട്ടിൽ ഈ കുബേരഭൂതന്റെ സ്ഥാപനങ്ങളിലെ സാധനങ്ങൾ ബഹിഷ്കരിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും. വെളിച്ചം കടക്കാത്ത ഇരുളറകളിലൂടെ സുൽത്താൻമാർ ഒളിച്ചോടും. ഉറക്കച്ചടവില്ലാത്ത നമ്മുടെ കുട്ടികൾ കൗതുകപൂർവ്വം ഇതെല്ലാം നോക്കിക്കാണും. കടമനിട്ടയുടെ വരികൾ കണ്ണൂർ കോട്ട എന്ന കവിതയിൽ കടമനിട്ട പാടിയിട്ടുണ്ട് ഇങ്ങനെ: പ്രിയപ്പെട്ട ഇരിഞ്ഞാലക്കുടക്കാരെ, നീതിക്ക് വേണ്ടി ഒരുമിക്കുക. 7000-ഓളം വരുന്ന നിക്ഷേപകർ നിങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ നീതി നിഷേധത്തിനെതിരെ പോരാടുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.